ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ട പരീക്ഷ എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ പോലെ ഒരു സാധാരണ പരീക്ഷയായിരുന്നു. സാധാരണ പരീക്ഷ എന്ന് പറയുമ്പോൾ പരീക്ഷ എളുപ്പമാണെന്നല്ല അർത്ഥം. PSC സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഇപ്പൊ എങ്ങനെയാണ് നടത്താറുള്ളത്? ഒരു സിലബസ് കൊടുക്കും. സിലബസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിലബസ് ആ ചോദ്യപേപ്പറിൽ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ പഠിച്ചതൊന്നും ഡയറക്റ്റ് ചോദിക്കാതെ വളച്ചൊടിച്ച് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞെട്ടാനുള്ള ഒരു അവസ്ഥ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞപ്പം ഇല്ലായിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയാണെന്ന് പറയാം. ഈ പരീക്ഷയുടെ ഒരു പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ ചോദ്യപേപ്പറുമായിട്ട് ഏകദേശം നിലവാരം ഒത്തുപോകുന്ന ഒരു ചോദ്യപേപ്പർ തന്നെയാണ് ഇന്നും നടന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥിക്കും ഇത്തവണ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരത്തിൽ ഒരു വ്യത്യാസം കാണാൻ കഴിയില്ല. പക്ഷെ ചില മേഖലകളിൽ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ കൂടിയപ്പോൾ ചില മേഖലകളിൽ കുറഞ്ഞു, അങ്ങനെയുള്ളൂ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫസ്റ്റ് ഫേസിന് തുല്യമായിട്ട് തന്നെയാണ് സെക്കൻഡ് ഫേസും ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകിയത്. മറ്റൊരു കാര്യം, ഈ ചോദ്യപേപ്പർ വളരെ സമാധാനത്തിൽ ഇരുന്ന് വായിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരുവിധം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ പരീക്ഷാ ഹാളിൽ നമുക്ക് ഒരിക്കലും ലഭിക്കാത്തൊരു കാര്യം സമാധാനമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പല ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അത് നമ്മുടെ തോന്നലായി മാത്രം മാറുകയും നെഗറ്റീവ് മാർക്കിലേക്ക് പോകാനുള്ള സാധ്യതയും ഇന്നത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. PSCയുടെ പ്രൊഫഷണൽ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഓരോ മേഖലയും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനൽ കട്ട് ഓഫിലേക്ക് എത്താം. ഹിസ്റ്ററിയിലെ 10 ചോദ്യങ്ങൾ ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരുമെങ്കിലും ഹിസ്റ്ററി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ തെറ്റുകൾ ഉണ്ടാവാനായിരിക്കും സാധ്യത. കാരണം കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന 4 ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നത്. ഡിലനോയുമായി ബന്ധപ്പെട്ട ചോദ്യം, വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട ചോദ്യം, ആദിഭാഷ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ചോദ്യം, പിന്നെ ഇടക്കാല മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ആര് എന്നുള്ള ചോദ്യം. അത് എല്ലാവരും എഴുതിയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതും കൂടെ ചേർക്കുകയാണെങ്കിൽ 4 ചോദ്യങ്ങളാണ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യത. ഞാൻ ഈ പറയുന്നത് ഒരു പ്രിലിമിനറി എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. മെയിൻസ് എക്സാം ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞാൽ 25,000-ലധികം പേരുടെ ലിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഞാൻ പറയുന്നത്. അപ്പൊ 4 ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 10-ൽ 4 ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരാനാണ് സാധ്യത. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ എല്ലാ തവണയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ജോഗ്രഫിയാണ്. പലപ്പോഴും പ്രസ്താവന ചോദ്യങ്ങൾ കൊണ്ട് വട്ടം കറക്കുന്ന രീതിയിലോട്ട് പോകുമ്പോൾ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ജോഗ്രഫിയിൽ 5-ൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ 5-ൽ 4 കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ LDC നിലവാരത്തിനുള്ള ചോദ്യങ്ങളെ ജോഗ്രഫിയിൽ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കേ റെയിൽവേയുടെ ആസ്ഥാനം, സിംഹവാലം കുരങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം, ആന്തരിക കാമ്പുമായി ബന്ധപ്പെട്ട ചോദ്യം, ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇതൊക്കെ സാധാരണ LDC പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന പരീക്ഷയ്ക്ക് 5-ൽ 4 മാർക്ക് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് വാങ്ങാൻ കഴിയും. എന്നാൽ എക്കണോമിക്സിലോട്ട് വരുമ്പോൾ എക്കണോമിക്സിൽ ഇത്തവണ 5 ചോദ്യങ്ങൾക്ക് പകരം 6 ചോദ്യങ്ങൾ നൽകിയിരുന്നു. ഞാൻ 6 ചോദ്യം ഉദ്ദേശിക്കുന്നത് പക്രാനങ്കൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ശില്പി ആരാണെന്നുള്ള ചോദ്യം കൂടെ ചേർത്താണ് ഞാൻ 6 ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് നമുക്ക് മെഹ്ലനോബിസ് മാതൃകയും അതേപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ള 2 ചോദ്യം മാത്രമാണ് ഒരു പ്രിലിമിനറി എക്സാം എഴുതുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റു ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതല്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരികയും ഈ എക്കണോമിക്സിൽ കിട്ടിയ മാർക്ക് കൂടി നഷ്ടപ്പെടുകയും ചെയ്യും. ആത്മനിർഭർ ഭാരത്, ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണസ്റ്റോക്ക്, അതുപോലെ പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാവുന്നു, അതൊക്കെ വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതും. ആരും എഴുതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊരു 2000-3000 പേരിലേക്ക് അതൊന്നും അത്രയും പേരുടെ ലിസ്റ്റ് അല്ല ഇടുന്നത്. ഞാൻ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇത് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്കണോമിക്സിലെ 6 ചോദ്യങ്ങളിൽ 2 ചോദ്യം മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി സിവിക്സിലോട്ട് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തവണയും ഇല്ലായിരുന്നു. പിന്നെ സിവിക്സിലെ മൊത്തം 6 ചോദ്യങ്ങൾ എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് സാമ്യമുള്ള എന്നാൽ യഥാർത്ഥത്തിൽ സിവിക്സിൽ വരുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വന്നത്. പക്ഷെ അതിലും നമുക്ക് പകുതി ചോദ്യങ്ങൾക്ക് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാലും വട്ടം കറക്കിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അത് വളരെ സമാധാനത്തോടെ ഇരുന്ന് ഓരോ പോയിന്റ് ആയിട്ട് വായിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ അല്ല പരീക്ഷാ ഹാളിലുള്ളത്. അപ്പൊ അത് ആ ക്വസ്റ്റ്യനൊക്കെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം.
പിന്നെ മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ പഠിച്ചില്ലെങ്കിലും കോമൺ സെൻസ് വെച്ച് നമുക്ക് അതിന് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു എന്ന് പറയുന്നത് നമുക്കത് കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ പങ്ക് എന്താണ് എന്നുള്ള ചോദ്യം, ആ രണ്ട് ചോദ്യവും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാതെ പോയാൽ ഒരു ബേസിക് അറിവ് വെച്ച് തന്നെ എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അതും കിട്ടും. ഇനി വിവരാവകാശ ചട്ടക്കൂടിന്റെ ഒരു ചോദ്യവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികളുടെ ചോദ്യം ഉണ്ടെങ്കിലും ഈ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലും കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് മാർക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സിവിക്സിൽ 6ൽ 3 ചോദ്യങ്ങൾ മാത്രമായിരിക്കും കിട്ടുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി, ഇനി അടുത്ത പരീക്ഷയ്ക്ക് പോണവരായാലും സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ ബേസിക് ആയിട്ട് എന്താണോ പഠിച്ചത് അത് മാത്രമേ നന്നായിട്ട് പഠിച്ചിട്ട് പോകാവൂ. കൂടുതൽ എഫേർട്ട് ഇടരുത്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രത്യേകത, കിട്ടുന്നുവെങ്കിൽ ഒരുവിധം പഠിക്കുന്ന എല്ലാവർക്കും കിട്ടും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദ്യം ചോദിച്ചാൽ ഇനി എത്ര നന്നായിട്ട് പഠിച്ചാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് നിങ്ങൾ അധ്യാപകർ പഠിപ്പിച്ച പോർഷൻസ് മാത്രം പഠിച്ചിട്ട് പോവുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 2 ചോദ്യങ്ങളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യവും അതേപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ചോദ്യവും, ഈ 2 ചോദ്യങ്ങളെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ താഴെ തന്നവയിൽ ഏതാണ് ശാസ്ത്രം ഒരു ചലനാത്മക പ്രക്രിയ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത്, STIP 2020, വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ, ഇതൊന്നും നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ചിലപ്പോൾ ഒരു 100 പേരോ അല്ലെങ്കിൽ 500 പേരോ എഴുതാം. പക്ഷെ നമ്മൾ അത് എഴുതിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമില്ല, നിങ്ങളെ ലിസ്റ്റിനെയൊന്നും അത് ബാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും ഏത് അധ്യാപകരുടെ കീഴിൽ ട്രെയിൻ ചെയ്താലും നിങ്ങൾ അവർ പഠിപ്പിച്ചത് നന്നായിട്ട് പഠിപ്പിച്ചിട്ട് പോവുക. എല്ലാ അധ്യാപകരും എല്ലാ സ്ഥാപനങ്ങളും വളരെ നന്നായിട്ട് തന്നെയാണ് ഇതിന് ട്രെയിനിങ് നൽകുന്നത്. അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അവർ പഠിപ്പിക്കാത്തൊരു ചോദ്യം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ഇത് വേറെ ഉള്ളവർ എഴുതുമോ, എനിക്ക് മാത്രമാണോ അറിഞ്ഞുകൂടാത്തത്. അവിടെ ആ ഒരു ചിന്ത വരുമ്പോഴാണ് നെഗറ്റീവ് മാർക്കിലോട്ടും പോകുന്നത്, ഈ കട്ട് ഓഫിൽ നമ്മൾ എത്താതെ പോകുന്നത്. നിങ്ങൾ അത് ആലോചിക്കരുത്. പഠിച്ച കാര്യങ്ങൾ തെറ്റിക്കാതെ എഴുതുക. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത ചോദ്യങ്ങളെ സ്കിപ്പ് ചെയ്യുക. അതാണ് പരീക്ഷ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇനി കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ 5 മാർക്കിൽ 3 മാർക്ക് ഞാൻ ഷുവർ എന്ന് പറയും. കാരണം 3 ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നിട്ടുള്ള ചോദ്യം അത് ഒരു തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എന്നാൽ ഡിഫറന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളും അതുപോലെ തന്നെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട ചോദ്യവും പലതവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, PQ ആണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നവർക്ക് കമ്പ്യൂട്ടറിൽ 5ൽ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, സ്പോർട്സ്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്ന് ഡയറക്റ്റ് 9 ചോദ്യമാണ്. ബാക്കിയുള്ള ചോദ്യം ഞാൻ കറണ്ട് അഫെയറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ 9 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതിൽ 5 മാർക്ക് മാത്രമേ ഒരാൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ കായിക ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, പഠിക്കുന്ന ഒരാൾ, പ്രിലിംസ് പാസ്സാവുന്ന ആൾ. എന്നാൽ ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ചോദ്യം ഏതെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടായിട്ട് അറിയില്ല. പിന്നെ ഏതെങ്കിലും അധ്യാപനം ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമെന്ന് അറിയില്ല, പഠിപ്പിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്യുക, അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ ടെന്നീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ടെന്നീസ് കളിക്കാരൻ, അത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്കാണ്. കാക്കനാടനുമായി ബന്ധപ്പെട്ട ചോദ്യം ഒരുവിധം, കാരണം അതിൽ EJ ഫിലിപ്പിന്റെ തുലിയാനാമം അല്ല കോവിലൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്, അത് ഉറപ്പ് മാർക്കല്ല, എങ്കിലും ഒരുവിധം മലയാള സിനിമ പഠിക്കുന്നവര് ബാലൻ പഠിക്കും, അതിന്റെ തിരക്കഥാകൃത്ത് മുതുകുളം രാഘവൻ പിള്ളയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 9ൽ 5 ചോദ്യമേ കിട്ടുള്ളൂ. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ സിലബസിൽ കൃത്യമായി കൊടുത്തിട്ടില്ല. എന്നാലും ഇന്നത്തെ ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റ്, അതിലൊരു ചോദ്യം, ആ ചോദ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റതാര്, അതുപോലെ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്. അങ്ങനെ 3 ചോദ്യമുണ്ട്. ആക്ച്വലി ഈ 3 ചോദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നത്തെ സിറ്റുവേഷനിൽ ക്രാക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ 1 മാർക്ക് ഇതിൽ നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയിരിക്കാം. കറണ്ട് അഫെയറിൽ 1 മാർക്ക് കിട്ടാം. പക്ഷെ കറണ്ട് അഫെയർ എന്നൊരു സെക്ഷൻ ഇല്ല. ഇത് ചിലപ്പോൾ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാവാം, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാവാം. പക്ഷെ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫെയർസും തിരിച്ചുകൊള്ളു. പിന്നെ മാത്സിന്റെ വിഷയം കഴിഞ്ഞ തവണ മാത്സ് അല്പം എളുപ്പമാക്കിയെങ്കിൽ ഇത്തവണ മാത്സ് അതിനനുസരിച്ച് ഒന്ന് ടഫാക്കി മാറ്റിയിട്ടുണ്ട്. മാത്സിൽ 20ൽ 10 മാർക്ക് വരെ കിട്ടും. പക്ഷേ ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ ആദ്യം മാത്സ് വർക്കൗട്ട് ചെയ്താലും പ്രശ്നമാണ്, അവസാനം മാത്സ് വർക്കൗട്ട് ചെയ്താലും പ്രശ്നമാണെന്നുള്ള
രീതിയിലാണ് ഇന്നത്തെ ചോദ്യപേപ്പർ. നമുക്ക് മൊത്തത്തിൽ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 20ൽ 9 മാർക്ക് നല്ല മാർക്കായിരിക്കും, പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള നല്ല മാർക്കായിരിക്കും. അതുപോലെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും എഴുതാൻ പറ്റും. എന്നാൽ എഴുതാൻ പറ്റാത്ത അല്പം പ്രയാസമുള്ള ചോദ്യങ്ങൾ അത് ആർക്കും കിട്ടില്ല. അങ്ങനത്തെ രീതിയിലുള്ളതാണ്. എന്നാൽ 15ഉം 18ഉം വാങ്ങുന്നവരും കാണാം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു മെയിൻസ് എക്സാം അല്ല, ഞാൻ വീണ്ടും പറയുന്നത് ഒരു പ്രിലിമിനറി എക്സാം ആണ്. അപ്പോ പ്രിലിമിനറി എക്സാമിന് ഇംഗ്ലീഷിൽ 20ൽ 11 മാർക്ക് ധാരാളമാണ്. പിന്നെ മലയാളത്തിലോട്ട് വരുമ്പോൾ മലയാളം മെയിൻസ് എക്സാം ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 7 അല്ലെങ്കിൽ 8 മാർക്ക് സ്കോർ ചെയ്തേ പറ്റുള്ളൂ, മെയിൻസ് ആയിരുന്നുവെങ്കിൽ. പക്ഷെ ഇത് പ്രിലിംസ് എക്സാം ആണ്. 10ൽ 5 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി. അതിൽ തന്നെ അമ്പിന്റെ സമാനാർത്ഥം, ആഖ്യാന ഭേദം, നീരതം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം, പിന്നെ ട്രാൻസ്ലേഷൻ, ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പ്രിലിമിനറി എക്സാമിനെ സംബന്ധിച്ച് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത്രയും ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് എണ്ണി എഴുതിയിട്ട് തിരിച്ചു വരുമല്ലോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ ടോട്ടൽ മാർക്കും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും വരാം. അതും കൂടെ കുറച്ചിട്ടായിരിക്കും ഒരു കട്ട് ഓഫ് വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ PSC ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്നതിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലും തയ്യാറാക്കുന്നതാണ്. ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നും അല്ലെങ്കിൽ ഇത് തന്നെ വരും എന്നൊന്നും ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള കട്ട് ഓഫ് വീഡിയോസിന്റെ താഴെയായിട്ട് കമന്റുകളും വരാറുണ്ട്. നിങ്ങൾ പറയുന്നത് തന്നെയാണ് കട്ട് ഓഫ്, അത് ഈ കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കാനല്ലേ, അല്ലെങ്കിൽ തെറ്റായ ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. അവർ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ടെങ്കിൽ അവരോട് അഭ്യർത്ഥിക്കുന്നു, ഇതൊരു പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നോ ഇത് തന്നെ വരും എന്നുള്ള ഒരു അവകാശവാദവും ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫ് അനുസരിച്ച് അടുത്ത മെയിൻസിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരു കട്ട് ഓഫ് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരപ്രദമാകും എന്ന് ഞങ്ങളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും ഈ വീഡിയോ കാണണമെന്നും ഇതെല്ലാവരും ഇത് തന്നെയാണ് സത്യമാണെന്ന് വിശ്വസിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്യ പറയുന്ന ഒരു കട്ട് ഓഫ് എത്രയായിരിക്കാം എന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ ഹിസ്റ്ററി 4, ജോഗ്രഫി 4, 8, എക്കണോമിക്സ് 2, 10, സിവിക്സ് 3, 13, സയൻസ് ആൻഡ് ടെക്നോളജി 2, 15, കമ്പ്യൂട്ടർ 3, 18, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ 5, 23, കറണ്ട് അഫയേഴ്സ് 1 മാർക്ക് ഞാൻ കൊടുത്തതാണ്, ചിലപ്പോൾ കിട്ടേയില്ല, 24, മെന്റൽ എബിലിറ്റി മാത്സ് 9, 33, 11 ഇംഗ്ലീഷ് 44, മലയാളം 5. 100ൽ 49 വരെ ഒരുവിധം പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എഴുതാൻ പറ്റും. പക്ഷെ 49 എന്ന് നിങ്ങൾ വിചാരിക്കില്ല. കാരണം നമ്മൾ എഴുതുമ്പോൾ ഉറപ്പായിട്ട് നെഗറ്റീവ് മാർക്ക് വരും. അപ്പോൾ ഒരു 10ഓ 12ഓ നെഗറ്റീവ് വരെ വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു 5 മാർക്ക് കുറച്ച് 44 നല്ലൊരു മാർക്കായിരിക്കും. അപ്പോൾ ഇന്ന് എഴുതിയ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോർമലൈസേഷൻ വന്നതിന് ശേഷം വരുള്ളൂ. ഇന്ന് നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് 40 തൊട്ട് 44 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ മാർക്ക് 1-2 മാർക്ക് അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. എന്നാലും 40 to 44 എന്ന് പറയുന്ന മാർക്ക് ഇന്നത്തെ എക്സാമിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിൽ പ്രിലിമിനറി കിട്ടാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലെ കമ്പാരിറ്റീവ്ലി വേക്കൻസി കുറവായതുകൊണ്ട് ചിലപ്പോൾ അത് 42 തൊട്ട് 47 വരെ ആവാം. SI പോലുള്ള മറ്റു യൂണിഫോം പോസ്റ്റുകൾക്കും അങ്ങനെ ഈ 42, 47 എന്ന് പറയുന്നത് ഒരു മാർക്കായിട്ട് വരാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പരീക്ഷയെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വസ്തുതകൾ. അടുത്ത എക്സാം എഴുതുന്നവർ വളരെ കോൺഫിഡൻസോടുകൂടി എഴുതുക. PSC നടത്തുന്ന പരീക്ഷകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴും ഞെട്ടാൻ നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല. നമ്മൾ പോകുമ്പോൾ സാധാരണ പോലെ PSC തരുന്നു. പഠിച്ച ചോദ്യങ്ങൾ ചിലപ്പം വട്ടം ചുറ്റിയൊക്കെ ചോദിക്കും. നമ്മൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. 100 മാർക്കൊന്നും ഒരിക്കലും കിട്ടുകയില്ല. ആരും അതിനുവേണ്ടി പോവുകയും വേണ്ട. നല്ല മാർക്ക് സ്കോർ ചെയ്യുക, വരിക, മെയിൻസിന് പഠിക്കുക, ജോലി വാങ്ങുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.